ഹലോ ഫ്രണ്ട്സ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം തന്നെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബി സിയും എ ഡിയും, അല്ലെങ്കിൽ ബി സി ഇ എ സി ഇ. ഞാൻ ഈ കാണിക്കുന്ന വിക്കിപീഡിയ പേജിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബി സി എന്നോ എ ഡി എന്നോ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. പകരം ബി സി ഇ പിന്നെ സി ഇ എന്ന് കാണാം. എ ഡിക്ക് പകരമാണ് ഇപ്പോൾ സി ഇ കാണുന്നത്. എ ഡി എന്ന് വെച്ചാൽ അന്നോ ഡൊമിനി എന്നാണ്. സി എ എന്നത് കോമൺ ഇറ എന്നുമാണ്. മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ബി സി എന്നും എ ഡി എന്നും. എന്നാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആയി ബി സി ഇ എന്നും സി ഇ എന്നും മാറിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ബേസിക്കലി നമ്മൾ ബി സി എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ 1000 ബി സി എന്ന് പറയുവാണെങ്കിൽ അതിനർത്ഥം 1000 ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. ബി സി എ ഡി എന്നത് നമ്മൾ ഒരുപാട് സ്കൂളും കോളേജിലും ഒക്കെ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ പതിയെ അത് റിമൂവ് ചെയ്ത് ബി സി ഇ എന്നും സി ഇയുമായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അലക്സാണ്ടറും പോട്ടറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ജലൂം എന്നാണ്, വിച്ച് വാസ് ഇൻ 326 ബി സി എന്ന് വെച്ചാൽ അത് നടക്കുന്നത് 326 ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. നമ്മൾ ഒരുപാട് കാലം ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിനെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. അതെ, നമ്മൾ ഹിസ്റ്ററിയെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്ന് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് മുൻപും, രണ്ട് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷവും. അതിനെയാണ് നമ്മൾ എ ഡി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പഠിച്ച ബാറ്റിൽ ഓഫ് പിബറ്റ് എന്ന് പറയുന്നത് 1526 എ ഡിയിലാണ് അത് സംഭവിക്കുന്നത്. പിന്നെ വാസ്കോ ഡി ഗാമ 1498 എ ഡിയിലാണ് ഇന്ത്യയിൽ വരുന്നത്. എ ഡി എന്ന് പറയുന്നത് അന്നോ ഡൊമൈനി എന്നാണ്. അതിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ലോഡ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ബിഫോർ ക്രൈസ്റ്റ് എന്നും ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നും. പിന്നെ ഈ ഒരു സിസ്റ്റം ഫസ്റ്റ് യൂറോപ്പിലായിരുന്നു തുടങ്ങിയിരുന്നത്. യൂറോപ്പ് പ്രൊഡോമിനൻ്റ്ലി ക്രിസ്ത്യാനിറ്റിയാണ് അവരുടെ റിലീജിയൻ. പക്ഷേ പിന്നീട് ആ സിസ്റ്റം അറബ് കൺട്രീസും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇന്ത്യ, ചൈന, അങ്ങനെ ഹോൾ വേൾഡ് ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം എന്തിനാണ് തുടങ്ങിയതെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിഷ്യലി നമുക്ക് ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ 0th ഇയർ എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. ബേസിക്കലി ബി സി എ ഡി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു സ്പെസിഫിക് 0th ഇയർ കാണിച്ചു തരുന്നതാണ്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെച്ചാണ് നമ്മൾ ടൈമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് 1000 ബി സിയും 100 ബി സിയും എന്ന് പറയുന്നത് 1000 ബി സിക്ക് ഒരുപാട് കാലം ശേഷമാണ് 100 ബി സി വരുന്നത് എന്ന് മനസ്സിലാക്കാം. അതേസമയം 1000 എ ഡിയും 100 എ ഡി എന്ന് പറയുമ്പോൾ 100 എ ഡിക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് 1000 എ ഡി വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഇന്ന് 2024 എ ഡി ആണ്. ഇനി ബി സി എ ഡി സിസ്റ്റം ഇല്ല എങ്കിൽ നമുക്കിപ്പോൾ ഏത് ഇയർ ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ 1000 ആകാം, 2000 ആകാം, 1,00,000 ആകാം, 2,00,000 ആകാം. ദർ ഈസ് നോ ക്ലിയർ ആൻസർ. ഹ്യൂമൻ ഹിസ്റ്ററി മാത്രം നോക്കിയാൽ ഒരുപാട് പഴക്കം ഉണ്ടാകും. ഏകദേശം 1,00,000 ഇയേഴ്സിൻ്റെ പഴക്കമെങ്കിലും ഉണ്ടാകും. ജസ്റ്റ് ഹ്യൂമൻ എവല്യൂഷൻ എങ്കിലും നോക്കുകയാണെങ്കിൽ അതുപോലും ഏകദേശം 10,000 അല്ലെങ്കിൽ 12,000 ഇയേഴ്സിന് മുമ്പേ ആയിരിക്കത്തുള്ളൂ. ഈ സിസ്റ്റം ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അയാളുടെ പേരാണ് ഡേനിഷ്യസ് എക്സിങ്ക്യൂസ് എന്നാണ്. ഇദ്ദേഹം ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ മോങ്ക് എന്ന് വേണേൽ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ മോങ്കാണ് ഈ സിസ്റ്റം കണ്ടുപിടിച്ചതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കലണ്ടറിനെ ഗ്രിഗോറിയസ് കലണ്ടർ എന്ന് പറയുന്നത്? അതിന് റീസൺ, ആ സമയത്ത് ഒരു പോപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പോപ്പ് ഗ്രിഗോറി 11th. അദ്ദേഹം കമ്മീഷൻ ചെയ്ത ഒരു പുതിയ കലണ്ടറാണ് ഗ്രിഗോറിയസ് കലണ്ടർ. അതിനു മുമ്പുണ്ടായിരുന്ന കലണ്ടറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലീപ്പ് ഇയർ ഒന്നും ഉണ്ടായിരുന്നില്ല, സീസൺസ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു പോപ്പ് ഗ്രിഗോറിയസ് കലണ്ടർ എന്ന കലണ്ടർ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് റെഫറൻസ് ആക്കിക്കൊണ്ട് ഈ ഒരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അങ്ങ് യൂറോപ്പിലല്ലേ, പിന്നെ അതെങ്ങനെയാണ് ബാക്കിയുള്ള ലോകം മൊത്തം ഫോളോ ചെയ്ത് തുടങ്ങിയത്? പിന്നെ ഇസ്ലാമിക് കൺട്രീസ്, ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഒരു കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഇസ്ലാമിക് കൺട്രീസ് ഹിജ്രി എന്ന് പറയുന്ന ഒരു കലണ്ടറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന സൗദി എംപറർ ഒരു വലിയ മൈഗ്രേഷൻ നടത്തിയിരുന്നു ഫ്രം മക്ക ടു മെഡീന. അപ്പോൾ ആ ഒരു ജേർണിയാണ് ഇവർ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തും, എന്നാൽ മുസ്ലിംസിൻ്റെ ആ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ആ ജേർണിയുമായിരുന്നു. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 600 ഇയേഴ്സ് ആയിരുന്നു. അതായത് ഗ്രിഗോറിയസ് കലണ്ടർ പ്രകാരം ഇപ്പോൾ 2024 ആണെങ്കിൽ ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ഇപ്പോൾ 1445 ആണ്. അതുപോലെ തന്നെ ചൈനയ്ക്കും സ്വന്തമായി കലണ്ടർ ഉണ്ടായിരുന്നു.
അവിടുത്തെ എംപററായ ഹുവാങ് ഡി ആയിരുന്നു ആ കലണ്ടർ നിർമ്മിച്ചത്. അതൊരു ലൂണാർ സോളാർ സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്തിരുന്നത്. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി ഇപ്പോഴും അത് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ പിന്നെ ഇന്ത്യക്ക് സ്വന്തമായി കലണ്ടർ ഇല്ലായിരുന്നു എന്ന്. യെസ്, ഹിന്ദു കലണ്ടറും ഉണ്ട്. ഇന്ത്യയിൽ 2 കലണ്ടറും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഗ്രിഗോറിയൻ കലണ്ടറും പിന്നെ രണ്ടാമത് ഇന്ത്യയുടെ സാഗ കലണ്ടറും. UPSC എക്സാമിനൊക്കെ ഈ ഒരു ഗ്രിഗോറിയൻ കലണ്ടറും സാഗ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാഗ കലണ്ടർ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കൾച്ചർ മാത്രമല്ല, നാഷണൽ കലണ്ടർ കൂടിയാണ്. ഇത് നമുക്ക് എല്ലാ ഇന്ത്യൻ ഗവൺമെൻറ് നോട്ടിഫിക്കേഷനിലും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റിലും ഒക്കെ തന്നെ സാഗ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് പറയുന്നതാണ്. സാഗ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 78 വർഷമാണ്. അതായത് 78 വർഷത്തിന് ശേഷമാണ് സാഗ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ സാഗ കലണ്ടർ ഇപ്പോൾ 1945 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, ഇസ്ലാമിക്കും ചൈനയും സാഗ കലണ്ടറും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്? ഇന്ത്യയുടെ കേസിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോളനി സ്ഥാപിച്ചതിന് ശേഷമാണ് ഗ്രിഗോറിയൻ കലണ്ടർ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു തുടങ്ങിയത്. പതിയെ പതിയെ യൂറോപ്പിലെ ഈ ഒരു സിസ്റ്റം കാനഡയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അക്സെപ്റ്റ് ചെയ്തു. ശേഷം ജപ്പാനിലും റഷ്യയിലും ഒക്കെ തന്നെ വേൾഡ് വൈഡായിട്ട് ട്രേഡിങ്ങിനും ട്രാവലിനും ഒക്കെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ ആവശ്യമായി വന്നു. പക്ഷേ BCയും DCയും വേൾഡ് വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് BCയും DCയും റീപ്ലേസ് ചെയ്ത് BCEയും CEയും ആക്കി മാറ്റിയിരുന്നു. അതിന് കാരണം പതിയെ പതിയെ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള ഈ ഒരു വാക്ക് റിലീജിയസ് ആയിട്ട് വരുന്നതുകൊണ്ട് സെക്യുലറായിട്ട് ബിഫോർ കോമൺ ഇറ എന്നാക്കിയാൽ ഈ ഒരു ടൈം ലൈനിലുള്ള ഒരു റിലീജിയസ് ടച്ച് മാറ്റി കിട്ടാൻ സാധിക്കും. അത് പിന്നീട് പുതിയ തലമുറയിലെ സ്കോളേഴ്സ് അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് BCയും DCയും എന്നുള്ളത് BCEയും CE എന്നും ആക്കി മാറ്റിയത്. അതവർ പിന്നെ പുതിയ എഡിഷനിലുള്ള എല്ലാ ഹിസ്റ്ററി ബുക്സിലും പിന്നെ വിക്കിപീഡിയയിലും ഒക്കെ തന്നെ എല്ലാം റീപ്ലേസ് ചെയ്തു. അപ്പോൾ വേൾഡ് വൈഡായിട്ട് ഗ്രിഗോറിയസ് കലണ്ടറിൽ പ്രകാരം ഈ ഒരു കോമൺ എറ എന്ന് പറയുന്നത് റെഫറൻസ് പോയിൻ്റായിട്ട് എടുത്തേക്കുന്നത് ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അതാണ് 0th ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്